കാരണം അമേരിക്ക തയ്യാറായില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ ഭൂമികൾ ഏറ്റെടുക്കാൻ ഇസ്രയേൽ മന്ത്രിസഭ തീരുമാനിച്ചുവെന്നും ഭീകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. ഈ ഇസ്രയേലിന്റെ കിളി പോയി കിടക്കാന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാർ മോങ്കറാണ്. എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അദ്ദേഹം സുപ്രീം കോടതിയിലെ അഴിമതി കേസിൽ പെട്ടിരിക്കുക. എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടണം. ഒന്നില്ലെങ്കിൽ ഗസയിൽ, അല്ലെങ്കിൽ ലെബനനിൽ, അതുമല്ലെങ്കിൽ ഹൂതികൾക്കെതിരെ, ഇതുമല്ലെങ്കിൽ ഇറാനിൽ. ഇങ്ങനെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അവിടുത്തെ ഭൂരിപക്ഷം ജനത യുദ്ധത്തിനെതിരാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും നോക്കുന്നില്ല. ഇപ്പൊ പറയുന്നൊരു വാക്കെന്ന് പറയുന്നത്, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. അത് വല്ലാതെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കാരണം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ, അവരുടെ അയൺ ഡോമുകൾ, അതുപോലെ തന്നെ മിസൈലുകളൊക്കെ റെഡിയാണ്. ഇപ്പുറത്ത് ഇറാനും സജ്ജമായി നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ യുദ്ധത്തിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാനാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. പക്ഷേ ഇസ്രായേലിനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ പാതയിലേക്ക് പോകുന്നു. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് അടിയന്തരമായി ട്രംപിനെ കാണാൻ പോകുന്നതിന്റെ ഒരു മനഃശാസ്ത്രം കൂടി പരിശോധിക്കുമ്പോൾ ഈ യുദ്ധത്തിന് അനുമതി തേടിയുള്ള യാത്രയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം കഴിഞ്ഞ തവണ ഡിസംബറിൽ പോയപ്പോൾ പറഞ്ഞത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ പിന്തുണ തേടിയുള്ള യാത്ര എന്നാണ്. എന്തായാലും അമേരിക്ക അതിനന്ന് വലിയ പിന്തുണ കൊടുത്തില്ല. പക്ഷേ കയറി 12 ദിവസത്തെ ഏറ്റുമുട്ടൽ നടത്തി അമേരിക്ക ഫർദ അടക്കമുള്ള 3 ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി ഇസ്രായേലിന് വേണ്ടി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപിനെ സമ്മർദ്ദത്തിലാക്കി യുദ്ധം ആരംഭിക്കാനുള്ള നീക്കമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണം രൂക്ഷമായിട്ട് വരികയാണ്. അതിനിടയിൽ ഇറാന്റെ തീരത്തുകൂടെ, ആ ഭാഗത്തുകൂടെ യാത്ര ചെയ്യരുത്, യാത്ര പോകരുതെന്ന് അമേരിക്കൻ വാണിജ്യ കപ്പലുകൾക്ക് അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാരണം ഇറാൻ പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിനടുക്കിനടക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇറാന്റെ വലിയ പ്രസൻസ് ഉണ്ട്. ഇറാൻ അമേരിക്കൻ കപ്പലുകൾ, വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന ഭീതി അമേരിക്കയ്ക്ക് തന്നെയുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ മൊത്തത്തിൽ ആശങ്കയിലാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതിനിടയിലാണ് ഇസ്രായേലിന്റെ അടിയന്തരമായിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗം ഈ വെസ്റ്റ് ബാങ്ക് പാലസ്തീന്റെ പ്രദേശമാണ്. ഇന്റർനാഷണൽ നിയമമനുസരിച്ചാണ് അവിടെയൊക്കെ കുടിയേറ്റക്കാരെ പാർപ്പിച്ച് അവിടുത്തെ ഒലിവ് മരങ്ങളൊക്കെ പറിച്ചു കളഞ്ഞ് ആ സംസ്കാരത്തെ നശിപ്പിച്ച് അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് അവിടുത്തെ പ്രദേശങ്ങളെ കുടിയേറ്റക്കാരോട് പിടിച്ചെടുത്താൽ കൊള്ളാനാണ്. അതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ആദ്യം തന്നെ പ്രമുഖരായിട്ടുള്ള 8 ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു കൊമോഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി വരുമ്പോൾ പശ്ചിമേഷ്യ